ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ്. നമ്മുടെ മനസ്സിനെ കുറിച്ച് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല, നമ്മുടെ മനസ്സാണ്. നമുക്ക് രണ്ട് തരം മനസ്സാണുള്ളത്. ഒന്ന് ബോധ മനസ്സും മറ്റൊന്ന് ഉപബോധ മനസ്സും. കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ഈ മനസ്സിന്റെ നിയന്ത്രണം മനസ്സിലായാൽ നമ്മുടെ ജീവിതം തന്നെ മാറും. എത്ര പേര് ചിന്തിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനെ കുറിച്ച്? നമ്മുടെ ബോധ മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ ബോധ മനസ്സിലാണ്. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതും അനലൈസ് ചെയ്യുന്നതൊക്കെ ബോധ മനസ്സിലാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല്, മനസ്സിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ബോധ മനസ്സ്. ബാക്കി മുഴുവനും വെള്ളത്തിനടിയിലാണ്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ പവർഫുൾ മൈൻഡാണ്. നമ്മുടെ റിയാക്ഷൻസ്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ഇമോഷൻസ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട് അല്ലേ? പക്ഷെ പിന്നീട് പ്രാക്ടീസ് ചെയ്ത് അത് പിന്നെ ഈസി ആയിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആയതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ നമ്മളെ ചിന്തകൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ, ബോധ മനസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ പതിയുമ്പോഴാണ് അത് റിയാലിറ്റി ആയിട്ട് സംഭവിക്കുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്ന ചിന്തകളെ സൈക്കോളജിയിൽ പറയുന്നത് റിപ്പീറ്റേഷൻ പ്രോഗ്രാമിംഗ് എന്നാണ്. ഒരാൾ ഇങ്ങനെ ചിന്തിക്കുന്നു: എനിക്ക് ഒന്നിനും കഴിവില്ല, എനിക്കൊരു ഭാഗ്യവുമില്ല, എനിക്ക് ടാലന്റ് ഇല്ല. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിക്കുക. നമ്മൾ എന്താണോ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. എത്ര പേർക്ക് ഈ ഒരു സത്യം അറിയാം? അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് പതിയും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആനക്കുട്ടിയെ ചങ്ങലക്കിട്ടപ്പോൾ ആനക്കുട്ടി ഒരുപാട് ശ്രമിച്ചു നോക്കി അത് പൊട്ടിക്കാൻ വേണ്ടി. പക്ഷെ അതിന് കഴിഞ്ഞില്ല. വീണ്ടും പരിശ്രമിച്ചു, അതിന് കഴിയുന്നില്ല. അങ്ങനെ അതെന്ത് ചിന്തിച്ചു? എനിക്ക് ഈ ചങ്ങല പൊട്ടിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ആനക്കുട്ടി വലുതായപ്പോഴും ആനക്കുട്ടിയുടെ മൈൻഡിൽ എന്താണ്? വലിയ ആനയായിട്ടും ആനയുടെ മൈൻഡിൽ എന്താണുള്ളത്? എനിക്ക് ഈ ചങ്ങല പൊട്ടിക്കാൻ കഴിയില്ല. ആന വലിയതായപ്പോ ഒറ്റ തട്ടിന് ആ ചങ്ങല പൊട്ടിക്കാൻ കഴിയും. പക്ഷേ അത് മൈൻഡില് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? എനിക്ക് ഈ ചങ്ങല പൊട്ടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും കഥ. നമ്മൾ എന്താണോ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. എത്ര പേർക്ക് ഈ ഒരു സത്യം അറിയാം? നമ്മൾ ബോധ മനസ്സിലെ പല കാര്യങ്ങളും ചിന്തിച്ച് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ അത് ഉപബോധ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പരിശ്രമിക്കുമ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ അപ്പം മൈൻഡിൽ എന്ത് കൊടുക്കും? എനിക്കിത് പറ്റില്ല, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ള ആ ഒരു ചിന്ത മൈൻഡിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കും. അതേ സ്ഥാനത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.
എന്നെ കൊണ്ടിത് കഴിയും, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു നോക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ബോധ മനസ്സിൽ നിങ്ങൾ കൊടുക്കുന്ന ചിന്തകൾ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം. ഇല്ലെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ റിയാലിറ്റി ആയിട്ട് വരുന്നത്. അങ്ങനെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ചിന്തകൾ ദിവസങ്ങൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞാലും അത് സംഭവിച്ചിരിക്കും. ഉപബോധ മനസ്സിന്റെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കാതെ യാതൊരു രക്ഷയുമില്ല. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യവും. നിങ്ങളെല്ലാവരും മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് എന്താണ് ചിന്തിക്കുന്നത്? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഗ്രാമർ തെറ്റിപ്പോകും, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ടാൽ മറ്റുള്ളവർ ചിരിക്കും എന്നുള്ള ആ ഒരു ചിന്ത റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ കൊടുത്തത് കൊണ്ടാണ് അത് ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയത്. ഇതിനെയാണ് മൈൻഡ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഈ ഒരു മൈൻഡ് ബ്ലോക്കിനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കോഴ്സിലൂടെ മാറ്റുന്നതെന്ന് അറിയാമോ? മെഡിറ്റേഷൻ, അഫർമേഷൻ, സെൽഫ് ഇൻട്രഡക്ഷൻ, ചൈൽഡ്ഹുഡ് ഹീലിംഗ്, ഈ 4 കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ്, ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൈൻഡ് ബ്ലോക്ക് മാറ്റുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കൊടുക്കുന്ന ചിന്തകൾ വളരെ കെയർഫുള്ളായിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണോ? നിങ്ങളൊരു വിജയിയാണെന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുക. ഉറപ്പായിട്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിനു വേണ്ട ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഉള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് വരും. അതോടുകൂടി നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. അല്ലാതെ എനിക്ക് ഒന്നിനും സാധിക്കില്ല, എനിക്കൊന്നിനും കഴിവില്ല, അങ്ങനെയുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഉള്ള 2 മനസ്സിനെ കുറിച്ചും, കാരണം ഈ ബോധ മനസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്ന ചിന്തകളാണ് ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്നത് എന്നുള്ള ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. എൻ്റെ പേര് ശോഭാരാജ്, സൈക്കോളജി ബേസ്ഡ് ഇംഗ്ലീഷ് ഫ്ലുവൻസി കോച്ചാണ്. 22 വർഷം വിദേശ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. താങ്ക് യു.